എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സ്വീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫ് ജെനിസൺ. ശരീരത്തിന് ദോഷകരമാകുന്ന യാതൊരുവിധ പ്രിസർവേറ്റീവുകളും ചേർക്കാതെ വെളുത്തുള്ളിയുടെ ഔഷധ ഗുണങ്ങൾ ചേർത്തുകൊണ്ടുള്ള നല്ലൊരു ഗാർലിക് ബ്രെഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായി വൃത്തിയായ ഒരു പാത്രത്തിൽ 250 ഗ്രാം മൈദ അളന്ന് അരിച്ചെടുത്ത് വയ്ക്കുക. ഇതിലേക്ക് 25 ഗ്രാം പഞ്ചസാര, 4 ഗ്രാം ആക്ടിവേറ്റഡ് ഡ്രൈ ഈസ്റ്റ്, 3 ഗ്രാം ഉപ്പ്, 5 ഗ്രാം പാൽപ്പൊടി, 135 ഗ്രാം വെള്ളം എന്നിവ ചേർത്ത് പതിയെ കുഴച്ചു തുടങ്ങുക. ഏകദേശം 3 മിനിറ്റ് ഇതേ രീതിയിൽ കുഴച്ച് ചേരുവകൾ ഒന്നായി ചേരുന്ന പക്ഷം ഇതിലേക്ക് 15 ഗ്രാം ബട്ടർ കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. പിന്നീട് ഒരു വർക്ക് ടേബിൾ ടോപ്പിലേക്ക് മാറ്റി നന്നായി തേച്ച് കുഴയ്ക്കുക. വലിയ അളവുകളിൽ ചെയ്യുമ്പോൾ ഡോ മിക്സർ, പ്ലാനറ്ററി മിക്സർ, ടേബിൾ ടോപ്പ് സ്റ്റാൻഡ് മിക്സർ എന്നീ മെഷീനുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് സമയം ഇതേ രീതിയിൽ കുഴച്ചെടുക്കേണ്ടതുമാണ്. നല്ല വലിച്ചിൽ മാവിൽ പ്രകടമാകുന്നത് വരെ വേണം ഇങ്ങനെ കുഴയ്ക്കുവാൻ. തുടർന്ന് ഈ പരുവം ആയോ എന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു വിൻഡോ പെയിൻ ടെസ്റ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായി ഗാർലിക് ബ്രെഡിന് ആവശ്യമായ വെളുത്തുള്ളി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇവിടെ 20 ഗ്രാം വെളുത്തുള്ളിയാണ് അളന്നെടുത്തിരിക്കുന്നത്. തുടർന്ന് കുഴച്ചെടുത്തിരിക്കുന്ന മാവിനെ വീഡിയോയിൽ കാണുന്നത് പോലെ പരത്തിയെടുത്ത ശേഷം അതിനു മുകളിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വിതറിക്കൊടുക്കുക. തുടർന്ന് എല്ലാ വശങ്ങളും ഉള്ളിലേക്ക് മടക്കി യോജിപ്പിച്ച് വീണ്ടും നന്നായി കുഴച്ചെടുക്കുക. വെളുത്തുള്ളി എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന പക്ഷം കുഴയ്ക്കുന്നത് നിർത്തി മാവിനെ കൂട്ടി യോജിപ്പിച്ച് മടക്കി ഉരുട്ടി വെക്കുക. തുടർന്ന് 30 മിനിറ്റ് മൂടി വെച്ച് പൊങ്ങി വരുവാൻ അനുവദിക്കുക. ഇത് ഇനീഷ്യൽ പ്രൂവിംഗ് ടൈം എന്ന് പറയുന്നു. 30 മിനിറ്റിനു ശേഷം പൊങ്ങി വന്നിരിക്കുന്ന മാവിനെ ഒരു വെയിങ് മെഷീന്റെ സഹായത്തോടെ നിശ്ചിത തൂക്കത്തിൽ മുറിച്ചെടുക്കുക. ഇവിടെ 225 ഗ്രാം തൂക്കത്തിൽ 2 ലോഫുകളായാണ് തയ്യാറാക്കുന്നത്. മുറിച്ചെടുത്ത് ഭാഗങ്ങളാക്കിയിരിക്കുന്ന ഇവയെ നന്നായി അമർത്തി ഉരുട്ടി ആകൃതി വരുത്തിയെടുക്കുക. തുടർന്ന് ഇവ വയ്ക്കുന്നതിനാവശ്യമായ ബേക്കിംഗ് ട്രേ അല്പം ഓയിലോ വെണ്ണയോ തടവിയ ശേഷം തയ്യാറാക്കി വെക്കുക. പിന്നീട് നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം പരത്തുകയും പിന്നീട് ഇരുവശങ്ങളിൽ നിന്ന് മടക്കിയെടുത്ത ശേഷം ചുരുട്ടിയെടുക്കുകയും ചെയ്യുക. ഇങ്ങനെ മടക്കി ചുരുട്ടിയെടുക്കുമ്പോൾ മാവ് തമ്മിൽ യോജിച്ചിരിക്കുന്ന വശം അടിഭാഗത്ത് വരുന്ന രീതിയിൽ വേണം ട്രേയിൽ വയ്ക്കുവാൻ. ഇനി മറ്റൊരു രീതിയിൽ ലോഫ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി മാവിനെ മടക്കി പരമാവധി നീളത്തിൽ ചുരുട്ടിയെടുക്കുക. തുടർന്ന് ഒരു വശത്തു നിന്ന് നീളം കുറഞ്ഞ ഒരു കഷ്ണം മുറിച്ചെടുത്ത് നീളം കൂടിയ ഭാഗത്തിന് മീതെ ടി ആകൃതിയിൽ വെച്ച് മെടഞ്ഞെടുക്കുക.
ഇതും ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിവെച്ച ശേഷം 35 മിനിറ്റ് സമയം ഫെർമെന്റേഷനു വേണ്ടി അനുവദിക്കുക. ഫെർമെന്റേഷൻ പ്രക്രിയയ്ക്ക് ശേഷം പൊങ്ങി വന്നിരിക്കുന്ന ഇവയിൽ ഒരെണ്ണത്തിനു മീതെ അല്പം എഗ് വാഷ് തയ്യാറാക്കി തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഇതിനു മുകളിൽ അല്പം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും വിതറിക്കൊടുക്കുന്നു. അതുപോലെ മറ്റൊരു ലോഫിന് മുകളിൽ അല്പം മൈദ ഒരരിപ്പയുടെ സഹായത്തോടെ വിതറിക്കൊടുക്കുകയും ഒരു മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് വരഞ്ഞു മുറിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏതു രീതി വേണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്തതായി ഇവയെ ബേക്ക് ചെയ്യുന്നതിനായി ഓവനെ 185 ഡിഗ്രി സെൽഷ്യസിൽ 1 മിനിറ്റ് സമയം വരെ പ്രീഹീറ്റ് ചെയ്തെടുക്കുക. പിന്നീട് ചൂടായിരിക്കുന്ന ഓവനിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. ബേക്കിങ്ങിന് ശേഷം നന്നായി ചൂടാറി വരുമ്പോൾ ആവശ്യാനുസരണം കഷ്ണങ്ങളാക്കി മുറിച്ച് വിളമ്പാവുന്നതാണ്. വിവിധതരം സാൻഡ്വിച്ചുകൾക്കായും അത്താഴ വിരുന്നുകളിൽ ഗ്രിൽ ചെയ്ത ഭക്ഷണത്തോടൊപ്പവും വിളമ്പാവുന്ന നല്ലൊരു ഗാർലിക് ബ്രെഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവിധ പിന്തുണകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.